മേഘ, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടെ ആയാലും കാർത്തികപ്പള്ളി എഴുതി ചേർത്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പക്ഷേ ഗിന്നസ് ബുക്കിലൊക്കെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇത് പറയുന്നത് വ്യക്തിപരമായി പറയുന്നതല്ല. മേഘ, ഒരു കാര്യം കാണണം. അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞത്, ഇപ്പോഴൊക്കെ ഈ സർക്കാരിന്റെയും അതുപോലെ തന്നെ സ്വകാര്യ മാനേജ്മെന്റുകളുടെയും ഒക്കെ പ്രൈമറി സ്കൂളുകളൊക്കെ കണ്ടാൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണോ എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ അതിലേക്ക് പ്രവേശിക്കാനിടയുണ്ട് എന്ന് വരെ പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ദിനംതോറും അശനിപാതം പോലെ ഇടുത്തി പോലെ കെട്ടിടങ്ങൾ മറിഞ്ഞു വീഴുകയും ഷോക്കടിച്ച് പാവപ്പെട്ട കുട്ടികൾ മരിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഹൈടെക് വിദ്യാഭ്യാസം എന്ന് പുരപ്പുറത്ത് നിന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മേഘ, ഇവിടെ ഈ കാർത്തികപ്പള്ളി സ്കൂളിന്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നിരുത്തരവാദപരമായി ബന്ധപ്പെട്ട ആളുകൾ കുറെ നാളുകളായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാം. അവിടെ ഇപ്പോൾ വളരെ കൗതുകകരമായ ഒരു സംഗതി, ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല എന്ന് വരുത്താൻ വേണ്ടി ബോധപൂർവം അതിനകത്തുള്ള ബെഞ്ചും ഡെസ്കും ഒക്കെ വളരെ വേഗത്തിൽ മാറ്റിയതായിട്ടുള്ള ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനായി ഒരു പക്ഷേ അധ്യാപക രക്ഷാകർതൃ സംഘടനയിലും ആ സ്കൂളിലെ അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ ശ്രമിക്കുന്നതെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് ഈ കുട്ടികളെ ഒരിക്കലും അവിശ്വസിക്കാൻ പറ്റില്ല. അവർ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ കള്ളം പറയുന്നവരല്ല. അവർ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന ക്ലാസുകൾ നടക്കുന്ന കെട്ടിടമാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവിശ്വസിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈശ്വരാധീനം കൊണ്ട് എന്ന് തന്നെ പറയണം. ഇന്ന് ഞായറാഴ്ച സംഭവിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു മഹാദുരന്തത്തിന് ഈ കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഞെട്ടലോടുകൂടി മാത്രമേ അതിനെ അനുസ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇവിടെ കെടുകാര്യസ്ഥതയുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് മേഘ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ പറയുന്ന തേവലക്കര സ്കൂളിൽ സംഭവിച്ചത്. അവിടെ വ്യാജമായ രീതിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലും വാങ്ങി കെട്ടിടം പോലും പരിശോധിക്കാതെ, ആ കോമ്പൗണ്ട് പരിശോധിക്കാതെ പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഈ പറയുന്ന കാർത്തികപ്പള്ളി UP സ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പ്രധാനമായി പരിശോധിക്കേണ്ടത് ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. രണ്ട്, ഇവിടുത്തെ പ്രധാന അധ്യാപകരും അതുപോലുള്ള മറ്റ് അധ്യാപകരുമൊക്കെ ഈ സ്കൂൾ കെട്ടിടത്തിൽ അപകടകരമായ സാഹചര്യമാണെങ്കിൽ എന്തുകൊണ്ട് ക്ലാസ് നടത്താൻ മുന്നോട്ട് വന്നു എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ ഇതിനകത്ത് അട്ടിമറിക്കുന്നതിന് വേണ്ടി ബോധപൂർവം കുറ്റം മറ്റാരെങ്കിലും ഒക്കെ പഴിയാരുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ലായിരുന്നു എന്ന് കോട്ടയത്തെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് കള്ളം പറഞ്ഞതുപോലെ ഇതും അങ്ങനെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടക്കണം. ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ ഒരു പുതിയ കെട്ടിടം, മേഘ സൂചിപ്പിച്ചതുപോലെ അവിടെ ഒരു പുതിയ കെട്ടിടം പണി പൂർത്തിയായി കിടക്കുകയാണ്. അവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ അങ്ങോട്ട് ക്ലാസുകൾ മാറ്റാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അതിന്റെ ഉദാസീനത സംഭവിച്ചത്? ആരാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തപ്പോൾ മേഘയെ നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, ഓരോ മേഖലയിലും ഇതൊക്കെ പരിശോധിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്. അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ ഏതാണ്ട് 1 ലക്ഷം രൂപയോളം ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പരിശോധിക്കുകയും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മേലധികാരികളുമായി ബന്ധപ്പെട്ടത് പരിഹരിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം അയാൾക്കുണ്ട്. അയാൾ രാവിലെ ഓഫീസിൽ പോയി കസേരയിൽ ഇരുന്ന് വൈകുന്നേരം 5 മണിക്ക് പോയി 1-ാം തീയതി ശമ്പളം വാങ്ങിക്കാനല്ല അയാളെ സർക്കാർ അവിടെ ആക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.